നമ്മളെ ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തിയെ മതം മാറ്റിയെടുക്കണം ആ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. മറിച്ച് എന്താണ്? ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം. അതാച്ചുള്ളി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം. ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ചാണ് വെളിച്ചം കൂടുന്ന ഓരോ വിഷയത്തിനും സുവിശേഷത്തിനും നമ്മൾ വെളിച്ചമെന്ന് പറഞ്ഞത്. ഓരോ മേഖലയിലേക്കും സുവിശേഷ വെളിച്ചം പ്രവേശിക്കുന്ന അനുസരിച്ചാണ് ആ മേഖലയിലുള്ള ഇരുട്ട് മാറി മാറി കൊടുക്കുന്നത്. പിടികിട്ടിയ അതൊരു മിഷണറി സമീപനമാണത്. ക്രിസ്തു പറഞ്ഞു വെക്കണത് എന്നറിയാവോ? ദൈവരാജ്യത്തിൻ്റെ ആളായ്മയാണ് ക്രിസ്തു. ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ആളായ്മയാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് ഈ പറയണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട്, പ്രായോഗികമായ ശ്രമമായിട്ട് നമ്മൾ കരുതിയാൽ നമുക്കൊരു നഷ്ടവും ഒന്നിനുമില്ല എന്ന് മനസ്സിലാക്കണം. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാം മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ പിമ്പിലുള്ളവരെ ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിന് വേണ്ടി കുതിക്കുകയാണ്. ഫിലിപ്പി 3:13. സഹോദരങ്ങളെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഞാൻ കുതിക്കുന്നു. മുന്നിലുള്ള എന്താ? ക്രിസ്തുവാണ്. അതിനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ വേസ്റ്റായിട്ട് കരുതണമെന്ന് പറയുന്നത്. വേസ്റ്റായിട്ട് കരുതുന്ന വിഷയമാണ് പിന്നിൽ തള്ളിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അതുവഴി ക്രിസ്തുവിനെ നേടാനുള്ള പഴുത് നോക്കുകയാണ് എപ്പോഴും ബുദ്ധിപരമായ ജീവിത നിലപാട്. താങ്ക് യു.